أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي أشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ത്വാഹയിലെ 11 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇശ്റഹ് ലീ സ്വദ്രി, നീ എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണം, എൻ്റെ നെഞ്ചിനെ നീ വിശാലമാക്കണം. വയസ്സിർ ലീ അംരി, കാര്യങ്ങൾ എനിക്ക് എളുപ്പമാക്കി തരണം. വയസ്സിർ ലീ അംരി, എൻ്റെ കാര്യം നീ എനിക്ക് എളുപ്പമാക്കി തരണം. വഹലുൽ ഉഖദത മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ട് നീ ഒന്ന് അഴിച്ചു തരണം. എൻ്റെ നാവിൻ്റെ പ്രയാസങ്ങൾ, നാവിൻ്റെ കെട്ട് നീ ഊരിത്തരണം, അഴിച്ചു തരണം. യഫ്ഖഹു ഖൗലി, എൻ്റെ വാക്ക് അവർ ശ്രദ്ധിച്ച് കേൾക്കണം, എൻ്റെ വാക്ക് അവർ ശ്രദ്ധിച്ച് കേൾക്കണം. വജഅലി, നീ എനിക്ക് ഉണ്ടാക്കി തരണം. വസീറം മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു സഹായിയെ നീ എനിക്ക് ഉണ്ടാക്കി തരികയും വേണം. വജഅലി വസീറം മിൻ അഹ്ലി ഹാറൂന അഖി, എൻ്റെ സഹോദരനായ ഹാറൂനെ തന്നെ നീ എനിക്ക് എൻ്റെ സഹായിയായി തരണം. ഹാറൂന അഖി ഉസ്തുദ് ബിഹി അസ്രി, ആ ഹാറൂനെ കൊണ്ട് എൻ്റെ ചെയ്തികളിൽ നീ ശക്തിപ്പെടുത്തണം, അഥവാ എന്നെ നീ അവനെക്കൊണ്ട് ശക്തിപ്പെടുത്തി തരണം. അതുപോലെ വഅശ്രിക്ഹു ഫീ അംരി, വഅശ്രിക്ഹു ഫീ അംരി, എൻ്റെ കാര്യത്തിൽ അവനെ നീ പങ്കാളിയാക്കുകയും ചെയ്യണം, എന്നെ അവനെക്കൊണ്ട് ശക്തിയാക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ കാര്യത്തിൽ അവനെ നീ പങ്കാളിയാക്കുകയും വേണം. കൈ നുസബ്ബിഹക കസീറ, നിന്നെ കൂടുതൽ തസ്ബീഹ് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇത്. നിന്നെ കൂടുതലായിട്ട് നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ വേണ്ടിയിട്ടാണ് അത്. വനദ്കുറക കസീറ, ധാരാളമായി നിന്നെ സ്മരിക്കാനും വേണ്ടിയിട്ടാണ്, ധാരാളമായി നിന്നെ ഓർക്കാനും വേണ്ടിയിട്ടാണ് ഇത്. കൈ നുസബ്ബിഹക കസീറ വനദ്കുറക കസീറ ഇന്നക, തീർച്ചയായും നീ, കുന്ത, നീ ആയിരുന്നു, ബിന, ഞങ്ങളെ സംബന്ധിച്ച് ബസീറ, നന്നായി കാണുന്നവൻ, നീ ഞങ്ങളെപ്പറ്റി സൂക്ഷ്മമായി കാണുന്നവൻ ആയിരുന്നുവല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ദൃഷ്ടാന്തങ്ങൾ, വടിയും അതുപോലെ തന്നെ കൈ തിളങ്ങുന്നതും കാണിച്ചു കൊടുത്തുകൊണ്ട് അത് രണ്ടുമായി ഫിർഔന്റെ അടുത്തേക്ക് പോകാനാണ് മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. അദ്ദേഹം, മൂസ അലൈഹിസ്സലാം, ഫിർഔനുമായി നേരത്തെ നല്ല നിലക്കല്ലാതെ പിരിഞ്ഞു പോകുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ ചെറിയ ഒരു വൈമനസ്യം, പ്രത്യേകിച്ച് ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറയേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ശക്തി അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് 8 കാര്യങ്ങൾ അള്ളാഹുവിനോട് അദ്ദേഹം ആവശ്യപ്പെടാൻ. ഒന്നാമതായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി, രക്ഷിതാവേ, എനിക്ക് നീ ഹൃദയ വിശാലത നൽകണമേ എന്നുള്ളത്. ഹൃദയം വിശാലമാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിക്കുന്ന വെളിച്ചമാണ് അത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് അതിന് തെളിവ്, അടയാളം എന്ന് ചോദിച്ചപ്പോൾ ഈ വഞ്ചനാപരമായ ലോകത്ത് നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ അനശ്വരമായ ലോകത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കലും മരണത്തിലേക്കുള്ള തയ്യാറെടുപ്പുമൊക്കെയാണ് അത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഹൃദയം വിശാലമാക്കി തരണം, എല്ലാം ഉൾക്കൊള്ളാൻ പാകമാക്കി തരണമെന്നാണ് ആദ്യമായി അള്ളാഹുവിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പിന്നീട്
വയസ്സിർലി അമ്രി, എൻ്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി തരണം. ഞാൻ പോകുന്ന ഫിറൗനോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫിറൗൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ പറയാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ തന്നെയുള്ള അവസ്ഥാവിശേഷം നീ എനിക്ക് ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് രണ്ടാമതായി അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്. വയസ്സിർലി അമ്രി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു തരണം. മൂസ അലൈഹി ഇസ്ലാമിന് സംസാരിക്കാൻ കുറച്ചൊരു വിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ് ഒരല്പം കുറവായിരുന്നു. അത് മാറ്റി എനിക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവ് തരണം, നാവിൻ്റെ വിക്ക് നീ എനിക്ക് മാറ്റി തരണം എന്നാണ് പറയുന്നത്. നാവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഏത് കാര്യവും വ്യക്തമായി പറയാൻ നാവ് വളരെ നിർബന്ധമായ സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങൾ പറയാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും ഒക്കെ ഹൃദയം ഒന്നാണെങ്കിൽ രണ്ടാമത്തത് നാവാണ്. അപ്പോൾ ഹൃദയവും നാവും സഹകരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് എൻ്റെ നാവിൻ്റെ കെട്ടയച്ചു തരണം എന്ന് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുകയാണ്. വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, അതുപോലെ തന്നെ എൻ്റെ കൗല്, എൻ്റെ സംസാരങ്ങൾ അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കണം. ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് ആ വാക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. യഫ്ഖഹു ഖൗലി വജഅലി വസീറൻ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സഹായിയെ ഏർപ്പെടുത്തി തരണം. അതായത് എനിക്കൊരാൾ കൂടി വേണം സഹായത്തിന്. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സഹായിയായിട്ട് ആകാശലോകത്ത് ജിബ്രീലും മീക്കായിലും ആണുള്ളത് എങ്കിൽ ഭൂമിയിൽ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഒപ്പം നടക്കാനും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും ഒരു സഹായിയെ കൂടി വേണമെന്ന് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുകയാണ്. ആ സഹായി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി, അതെൻ്റെ സഹോദരൻ ഹാറൂനെ തന്നെ ആക്കി തരണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ഹാറൂൻ അലൈഹി ഇസ്ലാം കൂടുതൽ സ്പഷ്ടമായി കാര്യങ്ങൾ വിശദീകരിക്കാനും അതുപോലെ തന്നെ സംസാര ചാതുരി ഉള്ളയാളുമായിരുന്നു. മാത്രമല്ല മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളാണെങ്കിൽ കൂടുതൽ നന്നായി എന്നുള്ള നിലക്കാണ്. അതെൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആളാകണമെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ആ ആൾ തന്നെ ഹാറൂനാവണം, ഹാറൂനായാൽ കുറച്ചുകൂടി നല്ലതാണ് എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സൂചിപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നത്, അവൻ വന്നു കഴിഞ്ഞാൽ അവനാൽ എന്നെ നീ ശക്തിപ്പെടുത്തണം, അവനെ കൊണ്ട് നീ എനിക്ക് ശക്തിപ്പെടുത്തണം, ശക്തി പകരണം. രണ്ടാളും കൂടി ആകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ സാധിക്കും. അതേപോലെ തന്നെ അവന് എൻ്റെ കാര്യത്തിൽ നീ അവനെ പങ്കാളിയാക്കിയും വേണം. ഇവിടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കൂടി നബിയാക്കണം എന്ന് തന്നെയുള്ള സൂചനയാണ്. ഹാറൂനെ കൂടി നബിയാക്കി തരണം എന്ന് അള്ളാഹുവിനോട് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അവനെ പങ്കാളിയാക്കുകയും വേണം. കൈനുസബിയൊക്കെ കസീറം മനസ്സുറൊക്കെ കസീറം, നിന്നെ ഞങ്ങൾ ധാരാളമായി നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ വേണ്ടിയിട്ടാണ്, അതേപോലെ തന്നെ ധാരാളമായി നിന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലാനും അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കാനും ഓർക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എന്നുകൂടി പറയണം. മാത്രമല്ല ഇന്നക കുന്ത ബിനാ ബസീറ, ഞങ്ങളുടെ കാര്യങ്ങൾ നിനക്ക് സൂക്ഷ്മമായി അറിയുന്നതാണല്ലോ, നീ സൂക്ഷ്മമായി ഞങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ, കാണുന്നവനാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ തന്നെ നിനക്ക് ബോധ്യപ്പെടും. ആ നിലക്ക് ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരണം. അതുകൂടി ഹാറൂനെ കൂടി കൂട്ടിയിട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തുറവി ഇതിൽ ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മാനസികമായും ശാരീരികമായുമുള്ള തയ്യാറെടുപ്പ് ഫിറൗന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഉണ്ടാവാനാണ് മൂസ അലൈഹി ഇസ്ലാം ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവോട് ആവശ്യപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന ആയത്തിൽ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുന്നുമുണ്ട്. ഈ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് വേണ്ട വിധം ഉൾക്കൊള്ളാനും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.